അപ്പോൾ ഒരു തമിഴ്നാട് സ്റ്റൈൽ രസം ഉണ്ടാക്കാം. അതിനായിട്ട് വേണ്ടത് 3 അല്ലി വെളുത്തുള്ളി വേണം, പിന്നെ നല്ല ജീരകം വേണം, പിന്നെ കുരുമുളക്, മല്ലി, ഉണക്കമുളക് 3 എടുത്തിട്ടുണ്ട്, പിന്നെ വാളംപുളി. ഈ മല്ലിയും കുരുമുളകും പൊടിക്കാത്തതാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കണമായിരിക്കും നല്ലത്. എൻ്റെ അടുത്ത് അത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പൊടിച്ചതാണ് എടുത്തത്. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ അടുത്ത് കല്ലില്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് പുളി വെള്ളത്തിലിട്ടൊന്ന് തിരുമ്മിയെടുക്കണം കേട്ടോ. ആ പുളി ഫുള്ള് അതിൻ്റെ ചാറ് ഫുള്ള് എടുക്കണം തിരുമ്മിയിട്ട്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക്, രസം ഉണ്ടാക്കാൻ ഏത് പാത്രം എടുക്കുന്നത്, ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ അല്ലെങ്കിൽ ചട്ടി യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആ പുളിവെള്ളം. അതിനകത്തേക്ക് ഞാൻ തക്കാളിയും കട്ട് ചെയ്തല്ല ഇടുന്നത്. ഇതുപോലെ തക്കാളി നല്ല സ്ക്വീസ് ചെയ്ത് നല്ല തിരുമ്മി ഇടുക. ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ സ്ക്വീസ് ചെയ്തിടുന്നത്. അതിനുശേഷം മല്ലിയില ഇതുപോലെ പിച്ചിട്ട് കൊടുക്കുക. ഇനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. അതിനുശേഷം ചതച്ച് വെച്ച ചേരുവകളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് താളിക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് അതിനകത്ത് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കായവും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിയാണെങ്കിൽ പൊടി ഇട്ട് കൊടുത്താൽ മതി, കായപ്പൊടി. എൻ്റെ അടുത്ത് കഷ്ണമായിട്ടുള്ളത് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കഷ്ണമാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് താളിച്ച് ഇനി ഒഴിച്ച് കൊടുക്കുക ഇതിനകത്തേക്ക്. അപ്പോൾ രസം റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രസമാണ്, തമിഴ്നാട് സ്റ്റൈൽ രസമാണ്, നല്ല ടേസ്റ്റുമാണ്. ജലദോഷവും പനിയൊക്കെ ഉള്ളപ്പോൾ ഇത് ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും.